ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷെൽസിന്റെ ദേശീയ ദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയാകും. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക കരാർ ആഗോള സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ആഭ്യന്തര LPG വിതരണത്തിൽ ഇളവുകൾ പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. വ്യവസായ വാണിജ്യ മേഖലകൾക്ക് ആശ്വാസം. രാജ്യത്ത് പാസ്പോർട്ട് അപേക്ഷാ ഫീസുകൾ വർദ്ധിപ്പിച്ചു. പുതിയ പാസ്പോർട്ടിനും പുതുക്കലിനും ഫീസ് 2500 രൂപ. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ദേശീയതല ഓൺലൈൻ ലഹരി നിർമ്മാർജ്ജന പക്ഷാചരണത്തിന് ഇന്ന് തുടക്കം. ലഹരിക്കെതിരായ ബോധവൽക്കരണ റാലി മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് ഫ്ളാഗ് ഓഫ് ചെയ്യും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജർമ്മനിയെ അട്ടിമറിച്ച് ഇക്വഡോർ. നോക്കൌട്ട് യോഗ്യത നേടി നെതർലൻഡ്സും ജപ്പാനും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷെൽസിന്റെ ദേശീയ ദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഒരു വിഭാഗവും ഇന്ത്യൻ നാവികസേനയുടെ 2 കപ്പലുകളും പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ മാസം 29 വരെ നീളുന്ന സന്ദർശനത്തിൽ സീഷെൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി ശ്രീ മോദി ചർച്ച നടത്തും. സീഷെൽസ് ദേശീയ അസംബ്ലി അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രവാസികളുമായും ആശയവിനിമയം നടത്തും. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക പങ്കാളിത്തവും വ്യാപാര കരാറും ആഗോള സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ലണ്ടനിൽ നടന്ന ഇന്ത്യ ഗ്ലോബൽ ഫോറം UK ഇന്ത്യ വീക്കിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ഇതുവരെ ഒപ്പുവെച്ചതിൽ വെച്ച് ഏറ്റവും സമഗ്രമായ കരാറാണ് UKയുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാറെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ആഗോള വെല്ലുവിളികളെ നേരിടുന്നതിൽ അന്താരാഷ്ട്ര സഹകരണത്തിന്റെ ആവശ്യകത അനിവാര്യമെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ദക്ഷിണ കൊറിയയിൽ ജെജു ഫോറം ഫോർ പീസ് ആൻഡ് പ്രോസ്പെരിറ്റി 2026 പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ശ്രീ ജയശങ്കർ. രാജ്യങ്ങൾ പരസ്പര ധാരണയോടെ ഒന്നിച്ച് പ്രവർത്തിക്കുന്നത് ആഗോള സുസ്ഥിരത ഉറപ്പാക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. The global south should be enabled with greater capacity and greater opportunities. This would also create new factors of global growth and provide global goods through common and shared endeavors. We cannot rely on a few to uphold rules and norms. The world must take more control over its own future. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരിക്കെതിരായി അവബോധം സൃഷ്ടിക്കാനും മുഴുവൻ ജനങ്ങളെയും ലഹരിക്കെതിരായ പ്രവർത്തനത്തിൽ അണിനിരത്താനുമാണ് ഐക്യരാഷ്ട്രസഭ ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ലോക ലഹരി വിപത്ത് നിലനിൽക്കുന്ന പ്രതിസന്ധികളും പുതിയ വെല്ലുവിളികളും നൂതന പ്രതികരണങ്ങളും എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വിമുക്തി മിഷനും വിശ്വശാന്തി ഡെവലപ്മെന്റ് ഫൌണ്ടേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ റാലി ഇന്ന് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. രാവിലെ 10:30 കവടിയാറിൽ നിന്ന് ആരംഭിക്കുന്ന റാലി കനകക്കുന്ന് കൊട്ടാരത്തിൽ സമാപിക്കും. ലഹരി മാഫിയക്കെതിരെയുള്ള പോരാട്ടം ശക്തമാക്കി നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10ാമത് ഉന്നതതല യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ലഹരി നിയന്ത്രണത്തിനായുള്ള പുതിയ വിഷൻ ഡോക്യുമെന്റ് ചടങ്ങിൽ ആഭ്യന്തരമന്ത്രി പ്രകാശിപ്പിക്കും. ജമ്മു, ഗുവാഹത്തി എന്നിവിടങ്ങളിലെ NCP മേഖലാ ഓഫീസുകളുടെ ഉദ്ഘാടനവും നിർവഹിക്കും. ദേശീയതലത്തിൽ ഓൺലൈൻ ലഹരി നിർമ്മാർജ്ജന പക്ഷാചരണത്തിനും ഇന്ന് തുടക്കമാകും. രാജ്യത്തെ വ്യവസായ വാണിജ്യ മേഖലകൾക്ക് ആശ്വാസം പകർന്ന് ആഭ്യന്തര LPG വിതരണത്തിൽ കേന്ദ്ര സർക്കാർ ഇളവുകൾ പ്രഖ്യാപിച്ചു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളാണ് പെട്രോളിയം മന്ത്രാലയം പിൻവലിച്ചത്. വിശദാംശങ്ങളിലേക്ക്. ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതത്തിന് തടസ്സം നീങ്ങിയതോടെ രാജ്യത്ത് പാചകവാതക ലഭ്യത മെച്ചപ്പെട്ട സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ തീരുമാനം. ഗാർഹികേതര LPG വിതരണം പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്ക് മുമ്പുള്ള അവസ്ഥയിലേക്ക് പൂർണ്ണമായി പുനഃസ്ഥാപിച്ചു. പ്രതിസന്ധിയെ തുടർന്ന് നിർത്തിവച്ചിരുന്ന ബൾക്ക് LPG വിതരണം മുൻപുണ്ടായിരുന്ന ഉപയോഗത്തിന്റെ 50% തോതിലാണ് അനുവദിക്കുക. LPG നിർമ്മാണത്തിനായി C3, C4 സ്ട്രീമുകൾ പൂർണ്ണമായി വകമാറ്റി ഉപയോഗിക്കണം എന്ന ഉത്തരവ് പിൻവലിച്ചു. പ്രതിദിന LPG ഉൽപാദനം 40 TMT-യിൽ കുറയില്ലെന്ന് ഉറപ്പാക്കിക്കൊണ്ടായിരിക്കും നടപടി. അതേസമയം PNG കണക്ടിവിറ്റി വ്യാപിപ്പിക്കാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് ആകാശവാണി. രാജ്യത്ത് പാസ്പോർട്ട് അപേക്ഷാ ഫീസുകൾ വർദ്ധിപ്പിച്ചു. പുതിയ നിരക്കുകൾ പ്രകാരം 36 പേജുള്ള പുതിയ പാസ്പോർട്ടിനും പുതുക്കലിനും ഫീസ് 1500 രൂപയിൽ നിന്ന് 2500 രൂപയായി ഉയരും.
60 പേജുള്ള സാധാരണ പാസ്പോർട്ടിന്റെ നിരക്ക് 2,000 രൂപയിൽ നിന്ന് 3,500 രൂപയായാണ് വർദ്ധിപ്പിച്ചത്. പുതുക്കിയ പാസ്പോർട്ട് ഭേദഗതി ചട്ടങ്ങൾ അടുത്ത മാസം 1 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. തൽക്കാൽ സംവിധാനത്തിലൂടെ 36 പേജിന്റെ പാസ്പോർട്ട് എടുക്കാൻ ഇനി മുതൽ 5,000 രൂപയും 60 പേജിന്റെ പാസ്പോർട്ടിന് 6,000 രൂപയും ചെലവ് വരും. പാസ്പോർട്ട് നഷ്ടപ്പെടുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്താൽ പകരം പുതിയത് ലഭിക്കുന്നതിനുള്ള ഫീസും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതിനായി 36 പേജുള്ള പാസ്പോർട്ടിന് 5,000 രൂപയും 60 പേജുള്ളതിന് 6,000 രൂപയുമാണ് ഈടാക്കുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. UN സെക്രട്ടറി ജനറലിന്റെ പ്രത്യേക പ്രതിനിധിയായ നെതർലൻഡ്സ് രാജ്ഞി മാക്സിമയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യ വിപ്ലവം സാമ്പത്തിക സേവനങ്ങൾ ലളിതവും ചെലവ് കുറഞ്ഞതുമാക്കുന്നത് എങ്ങനെയെന്ന് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഡിജിറ്റൽ രംഗത്തെ ഇന്ത്യയുടെ വിജയകരമായ അനുഭവങ്ങൾ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളുമായി പങ്കുവയ്ക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഈ മാസം 21 നടന്ന നീറ്റ് UG പുനഃപരീക്ഷയുടെ താൽക്കാലിക ഉത്തരസൂചികകൾ പരിശോധിക്കാൻ അവസരമൊരുക്കി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഉത്തരസൂചികകൾ www.neet.nta.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണെന്നും ഈ മാസം 28 വരെ ഓരോ ചോദ്യത്തിനും 200 രൂപ വീതം ഫീസ് അടച്ച് വിദ്യാർത്ഥികൾക്ക് പരാതികൾ ഉന്നയിക്കാമെന്നും NTA അറിയിച്ചു. പരാതി അംഗീകരിക്കപ്പെടുകയാണെങ്കിൽ ഫീസ് പൂർണ്ണമായും തിരികെ നൽകും. കൂടാതെ പുനഃപരീക്ഷ എഴുതിയവർക്ക് ഫീസ് റീഫണ്ട് നൽകുന്നതിനായി തങ്ങളുടെ ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ സ്ഥിരീകരിക്കുന്നതിനും പുതുക്കുന്നതിനുമുള്ള പോർട്ടലും NTA സജ്ജമാക്കിയിട്ടുണ്ട്. ബാങ്ക് വിവരങ്ങൾ പുതുക്കാനുള്ള അവസാന തീയതി ഈ മാസം 30 ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ വമ്പന്മാരെ ഞെട്ടിച്ചും ആവേശ പോരാട്ടങ്ങൾ സമ്മാനിച്ചും ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ അവസാന ദിനങ്ങളിലേക്ക്. ഗ്രൂപ്പ് ഇയിൽ നിന്ന് ജർമ്മനിയും ഐവറി കോസ്റ്റും, ഗ്രൂപ്പ് എഫിൽ നിന്ന് നെതർലൻഡ്സും ജപ്പാനും നോക്കൌട്ട് റൗണ്ടിലേക്ക് യോഗ്യത നേടി. ഒരു റിപ്പോർട്ട്. ഇന്നലെ രാത്രി നടന്ന നിർണായക മത്സരത്തിൽ മുൻ ചാമ്പ്യന്മാരായ ജർമ്മനിയെ 1-നെതിരെ 2 ഗോളുകൾ കട്ടിമറിച്ചാണ് ലാറ്റിൻ അമേരിക്കൻ പോരാളികളായ ഇക്വഡോർ ലോകകപ്പിലെ ആദ്യ ജയം സ്വന്തമാക്കിയത്. ഇതേ ഗ്രൂപ്പിലെ മറ്റൊരു മത്സരത്തിൽ ഐവറി കോസ്റ്റ് എതിരില്ലാത്ത 2 ഗോളുകൾക്ക് കുറസോവയെ പരാജയപ്പെടുത്തി. ഗ്രൂപ്പ് എഫിൽ ടുണീഷ്യയെ 1-നെതിരെ 3 ഗോളുകൾക്കാണ് ഡച്ച് പട തകർത്തത്. ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ ജപ്പാനും സ്വീഡനും ഓരോ ഗോൾ വീതമടിച്ച് സമനിലയിൽ പിരിഞ്ഞു. ഗ്രൂപ്പ് ഡിയിലെ അവസാന മത്സരങ്ങളിൽ ഇപ്പോൾ അമേരിക്ക തുർക്കിയെയും പരാഗ്വെ ഓസ്ട്രേലിയയെയും നേരിടുകയാണ്. ഇന്ന് രാത്രി 12:30 കിലിയൻ എംബാപ്പയുടെ ഫ്രാൻസും എർലിംഗ് ഹാളണ്ടിന്റെ നോർവേയും തമ്മിലുള്ള സൂപ്പർ പോരാട്ടം ലോകകപ്പിൽ അരങ്ങേറും. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ICC വനിതാ 2020 ലോകകപ്പിൽ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യയ്ക്ക് 5 വിക്കറ്റ് ജയം. ബംഗ്ലാദേശ് ഉയർത്തി 137 റൺ വിജയലക്ഷ്യം 19 പന്ത് ബാക്കി നിൽക്കെ 5 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ മറികടന്നു. രണ്ടാം മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക നെതർലൻഡ്സിനെ 88 റൺസിന് പരാജയപ്പെടുത്തി. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ശ്രീലങ്ക സ്കോട്ട്ലൻഡിനെ നേരിടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഇന്ന് വരെ MyGov, നമോ ആപ്പ് അല്ലെങ്കിൽ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. സെൻസസ് 2027ന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 4 ദിവസം കൂടി ലഭ്യമാകും. ac.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം മറ്റന്നാൾ നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച മന്ത്രി K. മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. വെനസ്വേലയിലുണ്ടായ ശക്തമായ ഭൂകമ്പത്തിൽ മരണസംഖ്യ 188 1520 പേർക്ക് പരിക്കേറ്റു. 200 പേർ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നതായാണ് വിവരം. വെനസ്വേലയുടെ തലസ്ഥാനമായ കാരക്കാസിലും പരിസര പ്രദേശങ്ങളിലുമായി 7.2, 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനങ്ങളാണുണ്ടായത്. ജപ്പാന്റെ വടക്കൻ മേഖലയിലും ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക കരാർ ആഗോള സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ആഭ്യന്തര LPG വിതരണത്തിൽ ഇളവുകൾ പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. വ്യവസായ വാണിജ്യ മേഖലകൾക്ക് ആശ്വാസം. രാജ്യത്ത് പാസ്പോർട്ട് അപേക്ഷാ ഫീസുകൾ വർദ്ധിപ്പിച്ചു. പുതിയ പാസ്പോർട്ടിനും പുതുക്കലിനും ഫീസ് 2500 രൂപ. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ദേശീയതല ഓൺലൈൻ ലഹരി നിർമ്മാർജ്ജന പക്ഷാചരണത്തിന് ഇന്ന് തുടക്കം. ലഹരിക്കെതിരായ ബോധവൽക്കരണ റാലി മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് ഫ്ളാഗ് ഓഫ് ചെയ്തു.
ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജർമ്മനിയെ അട്ടിമറിച്ച് ഇക്വഡോർ. നോക്കൌട്ട് യോഗ്യത നേടി നെതർലൻഡ്സും ജപ്പാനും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.